ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വൈദികർ വിശുദ്ധരല്ലാത്തതാണ് സഭ തകരാൻ കാരണം, അഥവാ വൈദികർ വിശുദ്ധരായാൽ സഭ നവീകരിക്കപ്പെടും. ഈ പ്രസ്താവന പൂർണ്ണമായും ശരിയാണ്. വൈദികർ മിശിഹായുടെ പ്രാതിനിധ്യം വഹിക്കുന്നതുകൊണ്ടും തങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തെ ശുശ്രൂഷ ചെയ്യാനുള്ളതുകൊണ്ടും ഉന്നത വരപ്രസാദം നിറഞ്ഞവരായിരിക്കണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും അതുമാത്രം മതിയോ സഭ നവീകരിക്കപ്പെടുവാൻ? ഒരിക്കൽ വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ കർദിനാൾമാരുമായുള്ള തൻ്റെ മീറ്റിങ്ങിൽ അവരോട് ഇപ്രകാരം ചോദിച്ചു: സഭ നവീകരിക്കപ്പെടുവാൻ നാം എന്തു ചെയ്യണം? പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. കൂടുതൽ കത്തോലിക്ക ദേവാലയങ്ങൾ പണിയപ്പെടണം, കൂടുതൽ വൈദികരുണ്ടാകണം, കൂടുതൽ കത്തോലിക്ക വിദ്യാലയങ്ങളുണ്ടാകണം. ഇതെല്ലാം കേട്ട് പാപ്പ പറഞ്ഞു, അങ്ങനെയല്ല. സുഹൃതികളും പ്രബുദ്ധരും പ്രവൃത്തിസന്നദ്ധരും പ്രേക്ഷിത ചൈതന്യമുള്ളവരുമായ അൽമായഗണം ഓരോ ഇടവകയിലും ഉയർന്നു വരണം. പാപ്പ പറഞ്ഞത് തികച്ചും ദൈവശാസ്ത്രപരമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു: ക്രിസ്തീയ വിശ്വാസികൾ, കൃത്യമായി പറഞ്ഞാൽ അൽമായർ, സഭാജീവിതത്തിൻ്റെ മുൻനിരയിലാണ്. തങ്ങൾ സഭയോട് ബന്ധപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല, തങ്ങൾ തന്നെയാണ് സഭ എന്ന വ്യക്തമായ ബോധ്യം അവർക്കുണ്ടായിരിക്കണം. സഭ എന്നാൽ ദൈവജനമാണ്. സഭയിൽ 99.99% അൽമായരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 1% താഴെ മാത്രമാണ് വൈദികരും സന്യസ്തരും ഉൾപ്പെട്ട സമൂഹം. അങ്ങനെയെങ്കിൽ അൽമായരുടെ ശാക്തീകരണമല്ലാതെ മറ്റെന്താണ് സഭയുടെ നവീകരണത്തിന് കാരണമാകുന്നത്? ഒരിടവകയിൽ ദേവാലയത്തിൽ ഏറിയ പങ്ക് ശുശ്രൂഷ നടക്കുന്നു. ഇടവകയിൽ ഒരു വൈദികരുണ്ടെങ്കിൽ വൈദികരുടെ കൂടെ 100 കണക്കിന് ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. വിശുദ്ധി നിറഞ്ഞ, ജ്ഞാനം നിറഞ്ഞ അൽമായർ ആ വൈദികരോട് ചേർന്ന് പ്രവർത്തിക്കുമെങ്കിൽ ഇടവക നവീകരിക്കപ്പെടാതിരിക്കുമോ? ഇടവകയിൽ നിന്ന് രൂപതയിലേക്കും രൂപതയിൽ നിന്ന് സഭ മുഴുവനിലേക്കും അത് വ്യാപിക്കാതിരിക്കുമോ? സഭയിൽ കാലാകാലങ്ങളിൽ പല മൂവ്മെൻറ്റുകളിലൂടെയും അനേകർ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പാപജീവിതം ഉപേക്ഷിച്ച് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികളെന്ന് പറയുന്നവരുടെ യഥാർത്ഥ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെ അഭിഷേകം പ്രാപിച്ച വിശ്വാസികളായ അൽമായർ വിശുദ്ധിയോടുകൂടി സഭയോട്, ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു കൂട്ടർ പെന്തക്കോസ്ത് സഭകളുടെ സ്വാധീനം മൂലം സഭ വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞു. കത്തോലിക്ക സഭയിലായിരുന്നു കൊണ്ട് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നവർ, ആ സഭയിലായിരിക്കുന്ന മറ്റംഗങ്ങളെ വിശുദ്ധീകരിക്കേണ്ടവർ സഭയിൽ അന്ധകാരമാണെന്ന് പറഞ്ഞ് സഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നു. ഇനി മറ്റൊരു കൂട്ടരാകട്ടെ സഭയ്ക്കുള്ളിൽ തന്നെയാണ്, എങ്കിലും സഭയോടുള്ള അഗാധമായ സ്നേഹമില്ലാതെ ഹൃദയത്തിൽ സഭാവിരുദ്ധ നിലപാട് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നു. സഭയോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്നവരാണ് സഭയിൽ നിന്നുള്ള വിശുദ്ധരെന്ന് നമുക്ക് ഓർക്കാം. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, സഭാസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മിലെ പരിശുദ്ധാത്മാവ് നിറവ് വർദ്ധിക്കും. ഇവർക്ക് സഭയോട് ഈ അഗാധ സ്നേഹമില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് ഇവരും ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നു. ഇവരൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കത്തോലിക്ക തിരുസഭയുടെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കാത്തതാണ്. അതുമല്ലെങ്കിൽ സഭാധികാരികളുടെ കുറവുകൾ കൊണ്ടോ സഭയിൽ നിന്ന് ലഭിച്ച തിക്ത അനുഭവങ്ങൾ കൊണ്ടോ ഒക്കെ അവർ മാറി നിൽക്കുന്നു. എന്തൊക്കെയായിരുന്നാലും സഭയിൽ നിന്ന് മാറി നിൽക്കുന്നത് വ്യക്തിപരമായി നമുക്കും സഭയ്ക്കും നഷ്ടം തന്നെയാണെന്ന് നാം മറക്കാതിരിക്കുക. സഭാധികാരികൾ ആദിമസഭയിലെ അപ്പസ്തലന്മാരെ പോലെ വിശുദ്ധരായിരിക്കണമെന്ന് നാം പറയാറുണ്ട്. എങ്കിൽ ആദിമസഭയിലെ അനേക അൽമായ വിശുദ്ധരെ പോലെ നാമും വിശുദ്ധരായി ജീവിക്കേണ്ടവരല്ലേ? വിശുദ്ധ തോമസ് പൂറിനെ പോലെ രക്തസാക്ഷികളായവരെ നമുക്ക് ഓർക്കാം. സഭയിൽ വിശുദ്ധരായവരിൽ 40%-ലധികം അൽമായരായിരുന്നു. രക്തസാക്ഷികളായവരാകട്ടെ 60% അൽമായരായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഏതാനും വിശുദ്ധരെ എടുത്താൽ തന്നെ അതിൽ വിശുദ്ധ ദേവസഹായം പിള്ള ഒഴിച്ച് മറ്റെല്ലാവരും സന്യസ്തരും വൈദികരുമായിരുന്നു. ഇതൊക്കെ അൽമായർ എന്തുമാത്രം വിശുദ്ധിയിൽ വളരേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നേതൃനിരയിലുള്ള വൈദികരെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവരിലെ കുറവുകളെ നികത്തി സഭയെ നവീകരിക്കുവാൻ ഓരോ അൽമായനും എഴുന്നേൽക്കട്ടെ. അൽമായ സഹോദരരെ, തകർന്നുകൊണ്ടിരിക്കുന്ന നിൻ്റെ സഭയെ പണിയുവാൻ എഴുന്നേറ്റ് വരിക. സഭ നീ സ്നേഹിക്കുന്ന നിൻ്റെ യേശുവിൻ്റെ ശരീരമാണ്. അതിലെ കുറവുകളെ മാറി നിന്ന് കുറ്റപ്പെടുത്താതെ, കുത്തിനോവിക്കാതെ അതിനോട് ചേർന്ന് നിന്ന് അതിനെ സൗഖ്യപ്പെടുത്തുക. നിനക്കതിന് കഴിയും. കാരണം ജ്ഞാനസ്നാനത്തിലൂടെ യേശുവിൽ നിന്ന് യേശുവിൻ്റെ
രാജകീയ പുരോഹിത പ്രവാചക അഭിഷേകം നീ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ശക്തിക്കും നിന്നെ യേശുവിൽ നിന്നോ തിരുസഭയിൽ നിന്നോ അകറ്റുവാൻ സാധിക്കാതിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നീ നിൻ്റെ സഭയുടെ ഉയർച്ച കാണും, അതിലെ അംഗങ്ങളുടെ വിശുദ്ധി കാണും, നല്ല ദൈവം സന്തോഷിക്കുന്നതും നിനക്ക് കാണുവാൻ സാധിക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.